വയനാട്ടിലെ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനാൽ സ്വന്തം തുടർ ചികിത്സ പോലും നടത്താനാകാതെ ക്യാൻസർ അതിജീവിത പുൽപ്പള്ളി ആടിക്കൊല്ലി സ്വദേശി ആൻസി റോയ് 41 ലക്ഷം രൂപയാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. സ്വന്തം പേരിലുണ്ടായിരുന്ന ഭൂമി വിറ്റ് ആ പണം ബാങ്കിലിട്ട് അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാം എന്ന് തീരുമാനിച്ച ആളായിരുന്നു ആൻസി റോയ് എന്ന വീട്ടമ്മ. സഹകരണ ബാങ്കിൽ പലിശ അല്പം കുറഞ്ഞപ്പോൾ കൂടുതൽ പലിശ 10% പലിശ കിട്ടുമെന്ന് വിശ്വസിച്ചാണ്, അത് ഉറപ്പിച്ചാണ് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. ഏതാണ്ട് 41 ലക്ഷത്തോളം രൂപയാണ് നിക്ഷേപിച്ചത്. അന്ന് എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞ വാഗ്ദാനം? അവർ പറഞ്ഞത് അവർക്ക് പലിശയ്ക്ക് ഒരു കുറവും വരില്ല, കൃത്യമായിട്ട് കൂട്ടിത്തരും, എല്ലാ മാസവും അയക്കും, ബാങ്കിലോട്ട് തന്നെ കാനറ ബാങ്കിലോട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് അയച്ചു തന്ന് ആ പൈസയായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അതങ്ങനെ ഒരു വർഷത്തോളം അവർ കൃത്യമായിട്ട് തരുകയും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ജീവിക്കാനുണ്ടായിരുന്ന ഒരു പൈസ, ആകെ ഒരു മാർഗം ഉണ്ടായിരുന്നത് മാത്രമാണ്. അതിനുശേഷമാണ് ഇപ്പം സുഖമില്ലാതെയായി, എൻ്റെ ഹസ്ബൻഡിനാണ് സുഖമില്ലാതെയായി, സ്ട്രോക്ക് വന്ന് മൊത്തത്തിൽ തളർന്നു പോയതായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോളെ പഠിപ്പിക്കാൻ്റെ പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. പല ആവശ്യങ്ങൾക്കും ചോദിക്കുമ്പോൾ പൈസ കൊടുത്തതിൻ്റെ പിറ്റേ മാസം മുതൽ ഒരിക്കലും അവർ തന്നിട്ടില്ല. ഒരു പ്രാവശ്യം പോലും തന്നിട്ടില്ല കൃത്യമായിട്ട്. പക്ഷേ അത് കഴിഞ്ഞ് എന്നും ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ അവധി പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ സുഖമില്ലാതെയായി എൻ്റെ ഹസ്ബൻഡിന് ട്രീറ്റ്മെൻറ്റ് മുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലമായി. ഞാൻ കുറച്ച് മരുന്ന് മേടിച്ചു. പിന്നെ കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് പോകാനും ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും അതിനൊക്കെ പോകണമെങ്കിൽ ഒത്തിരി പൈസ വേണ്ടതുകൊണ്ട് ഞാൻ അതുപോലെ നിർത്തിയിട്ടിരിക്കുക. എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് അവരൊന്നിച്ച് തരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് ലാസ്റ്റ് മന്തിൽ ഒരു 5 ലാക്ക് തന്നിട്ടുണ്ട്. തന്നപ്പോൾ അവർ 7 ലാക്കിൻ്റെ ബോണ്ട് മേടിച്ച് അവിടെ വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇത്രയും കാലം എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. പറയാം, പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ തരുവുള്ളൂ എന്ന്. പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം തരാനാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഇതല്ല, ഞാൻ അവരോട് നേരെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും കാരണവശാൽ എനിക്ക് എൻ്റെ പൈസ കിട്ടാതെ വന്നാൽ ഞാൻ കുറച്ചും കൂടി ക്ഷമിക്കും, ഞാൻ അവിടെ വന്ന് ആത്മഹത്യ ചെയ്യും. അവരുടെ ഓഫീസിൽ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് അന്ന് ലെറ്റർ എഴുതിയപ്പോൾ മുഖ്യമന്ത്രിക്കും എഴുതി കൊടുത്തിട്ടുണ്ട്. ബത്തേരിയിലെ പോലീസ് സ്റ്റേഷനിലെ CIയോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരും പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ തന്നെയല്ല, അവരുടെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ റഫീഖ്, അവർക്കും ഞാൻ റിട്ടേൺ എഴുതി കൊടുത്തിട്ടുണ്ട്. എത്ര വർഷമായിട്ടുണ്ടാവും ഈ മുഴുവൻ പൈസ ഡെപ്പോസിറ്റ് ഇത് കിട്ടാതായിട്ട്? ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? ഈ 22 മുതൽ. അപ്പോൾ 3 വർഷം കഴിഞ്ഞു. സ്വന്തം ചികിത്സയും ജീവിതവും ഒക്കെ വഴിമുട്ടിയ അവസ്ഥയിലാണ് ആൻസി റോയ് എന്ന വീട്ടമ്മ. ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാം എന്ന് വെച്ചാണ് ഈ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. കടുത്ത വഞ്ചനയാണ് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.